ഒരൊറ്റ പേര് ദ ബ്രാൻഡ് ബ്ലാസ്റ്റേഴ്സ് എവനാലും തൊട മുടിയാത് തൊടരാ പാക്കലാം എന്നൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് വെറുതെ ഒരു ഓളത്തിൽ അങ്ങ് പറഞ്ഞതാണെങ്കിൽ പോലും ഇപ്പൊ അതങ്ങോട്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിപ്പിക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മാത്രം നിയമങ്ങൾ തിരുത്തി എഴുതാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, അതായത് ഭാരത് ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കില്ല. ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടന്നു കഴിഞ്ഞാൽ അത് ആളൊഴിഞ്ഞ പൂരം മാത്രമായി തീരും എന്നുള്ള യാഥാർത്ഥ്യം അവർക്കുണ്ട്. മറ്റ് ടീമുകളെല്ലാം പാർട്ടിസിപ്പേഷൻ ഫീ കൊടുക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിന് സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് വേണമെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഫീസ് ബ്ലാസ്റ്റേഴ്സിന് ഒഴിവാക്കി കൊടുക്കാം എന്നൊരു നയത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സിന് പാർട്ടിസിപ്പേഷൻ ഫീസ് കൊടുക്കാനില്ലെന്നും പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമ്പോൾ അത് ആര് വന്ന് കാണാനാണ്? കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരൊറ്റ ക്ലബ്ബാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ആരാധകരെ കൊണ്ടുവരുന്നത്. സോ ആ ആരാധക വൃന്ദത്തിനെ കൈയൊഴിയാനോ കണ്ണടയ്ക്കാനോ അവഗണിക്കാനോ ഇവിടെ ആർക്കും കഴിയില്ല. ഇതുകൊണ്ട് തന്നെയാണ് മാഗ്നം നമ്മളെ വെച്ച് കച്ചവടം നടത്തുന്നതും എന്നുള്ളത് ഇതിന്റെ വേറൊരു വശം. അപ്പം ബ്ലാസ്റ്റേഴ്സിന് സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ തൽക്കാലം നിങ്ങൾ വന്ന് ലീഗ് കളിച്ചാൽ മാത്രം മതി, പാർട്ടിസിപ്പേഷൻ ഫീ തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ഏതാണ്? അതിന് എത്ര സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും എത്ര കടക്കണിയാണെന്ന് പറഞ്ഞാലും ദ ബ്രാൻഡ് ഈസ് ബ്രാൻഡ്. അത് മാഗ്നമോ മാനേജ്മെന്റോ ഉണ്ടാക്കിയതല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ആരാധകരുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും ഉറപ്പിലാണ്.